കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പോൾ ശരിയായ ഉണർവുണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണ് ഇപ്പോഴെവിടെ പതിച്ചിരിക്കുന്നോ അതിൽ നിന്ന് വ്യത്യസ്തമായി ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരുന്നത് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നീട് ഭൂമിയിലുള്ളതല്ല, അവിടെ പറയുന്ന വാചകം വളരെ ഇതാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അതാണ് ഉണർവിൻ്റെ പ്രത്യേകത. ഉണർവുണ്ടാകുമ്പോൾ നമ്മൾ ബോധ്യമുള്ളവരായിത്തീരും, അതിനെക്കുറിച്ച് അലേർട്ടായിരിക്കും. ഉണർന്നില്ലെങ്കിൽ, ഉണർന്നു കിടക്കുക അല്ലെങ്കിൽ എത്ര അപകടമുണ്ടായാലും ആരും ഒന്നും അറിയത്തില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മളിപ്പോൾ പറയും മനസമാധാനം എന്ന് പറയാറുണ്ട്. നല്ല സമാധാനം. ഈ സമാധാനം പല രീതിയിലുണ്ടാകാം. അജ്ഞതയിൽ നിന്ന് സമാധാനം ഉണ്ടാകാൻ കഴിയും. ഒരാൾ കിടക്കുന്ന മുറിയിൽ ഒരു മൂർഖൻ പാമ്പുണ്ട് എന്ന് വയ്ക്കുക, പക്ഷേ അയാൾ ആ മൂർഖൻ പാമ്പിനെ കാണാതെ കിടന്നുറങ്ങിയാൽ വളരെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. പക്ഷേ ഉണർന്ന് മൂർഖൻ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ മൂർഖൻ പാമ്പിനെ അടിച്ചു കൊല്ലണം. കൊന്നു കഴിഞ്ഞാൽ അറിവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകും. മറ്റേ അജ്ഞതയിൽ നിന്നുള്ള സമാധാനമാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന ഈ മനസ്സമാധാനം എന്നൊക്കെ പറയുന്നത് അജ്ഞതയിൽ നിന്നുള്ള സമാധാനമാണ്. അജ്ഞതയിൽ നിന്നുള്ള സമാധാനമല്ല നമുക്ക് ആവശ്യം, അറിവിൽ നിന്നുള്ള സമാധാനമാണ്. ആ അറിവുണ്ടാകണമെങ്കിൽ, അതായത് എനിക്കെങ്ങനെയാണ് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഞാൻ ഈ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം എനിക്ക് ഇല്ലെങ്കിൽ, ഈ ഭൂമിയിലുള്ളത് മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ, നമ്മളൊരു പക്ഷേ ഇവിടെ കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരായിരിക്കാം. പക്ഷെ ആ സംതൃപ്തി ഒരു അപകടകരമായ സംതൃപ്തിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സദൂക്യരുടെ പ്രത്യേകത, അവർ പറഞ്ഞത് ദൈവം എന്തിനു വേണ്ടിയാണ്? ഇവിടെ നമുക്കൊരു രാജ്യം ഉണ്ടാക്കാൻ, ഇവിടെ പൈസ ഉണ്ടാക്കാൻ, ഇവിടെ ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുവാൻ, അതിനു വേണ്ടിയാണ് ദൈവം എന്നവർ ചിന്തിച്ചു. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അവർ പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്തവരായിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. ഇപ്പോൾ വന്ന് നമ്മളും ഏതാണ്ട് സദൂക്യ ക്രിസ്ത്യാനികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിനൊരു പേരങ്ങിട്ടതാണ്, സദൂക്യ ക്രിസ്ത്യാനികൾ. നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനമില്ല, പകരം ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് യേശുവിനെ വിളിക്കുന്നത് പോലും ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ 95% പ്രാർത്ഥനയും ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇല്ലേ? അവിടെയൊക്കെയാണ് നമ്മൾ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ തുടങ്ങുന്നത് എന്താ? കർത്താവേ, ഇവിടെ എനിക്ക് ഒരു വീട് തരണേ, ഒരു കാറ് തരണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവിടെ തന്നെ പറയാ സ്വർഗസ്ഥനായ. അപ്പോൾ എന്താണ്? കണ്ണു സ്വർഗത്തിലാ. പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണ് സ്വർഗത്തിലായിരിക്കണം. എന്നിട്ട് പറയുന്നത് എന്താണ്? നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എല്ലാം ഉയരത്തിലുള്ളതുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് പറയുന്നു, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതൊരു ചെറിയ അപേക്ഷയായിട്ട്, അത് വലിയ കാര്യമായിട്ടല്ല പറയുന്നത്. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ്റെ മനസ്സിൽ മുഴുവൻ ദൈവം സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവാണെന്നുള്ള ബോധ്യം, സ്വർഗത്തിൻ്റെ ദർശനത്തിൽ ജീവിക്കുന്നതാണ് ഉണർവിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ നോട്ടം സ്വർഗത്തിലേക്കായിരിക്കണം. അതുകൊണ്ടാണ് കൊലോസി ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ
ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നമ്മൾ എന്താ അന്വേഷിക്കുന്നത്? ഇപ്പോഴും ഭൂമിയിലുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് എങ്കിൽ ശരിയായിട്ടുള്ള ഉണർവില്ല. കാര്യം നമ്മൾ അറിയുന്നില്ല നമ്മൾ ഈ ഭൂമിയിലുള്ളതാണെങ്കിൽ. അവിടെ കൃത്യമായിട്ട് പറയാണ്, ഭൂമിയിലുള്ളത് അല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. തേജസ് നോക്കിയായിരിക്കുന്നത്. മനസ്സിൽ മുഴുവൻ തേജസ്സാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ള അങ്ങനെ തേജസ്സിനെ ദർശിച്ച് കഴിയുന്നവൻ്റെ ജീവിതം വിശുദ്ധ ജീവിതമായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്നതാണ്. ആകയാൽ കാര്യം തേജസ്സിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മളെ തേജസ്സിലേക്ക് കൊണ്ടുപോകുവാനാണ്. നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കണ്ട കാര്യമാണ്. കർത്താവ് ഒന്നാമത് വന്നത് നമ്മളെ മക്കളാക്കാനാണ്, നമ്മളെ മണവാട്ടിയാക്കാനാണ്. എന്നാൽ അവൻ രണ്ടാമത് വരുന്നത് മക്കളായ നമ്മെ അവനോട് കൂടെ ചേർക്കുവാനാണ്. ആ ജീവിതത്തിലേക്ക്, ആ തേജസ്സിലേക്ക് കൊണ്ടുപോകുവാനാണ്. ആ തേജസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ആ തേജസ്സിന് യോജിക്കുന്ന ജീവിതമായിരിക്കണം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അവിടെയാണ് വിശുദ്ധി ഉണ്ടാകുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, വിശുദ്ധിയില്ലാത്ത ഉണർവ് ഒരു ഉണർവല്ല. കുറേ പിള്ളേരെല്ലാം കൂടെ കർണാടകയിൽ ബാംഗ്ലൂരൊക്കെ കൂടി ഉണർവങ്ങ് പൊട്ടിപ്പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഉണർവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പത്രങ്ങളിലും എല്ലാം ഭയങ്കര ഇതായിരുന്നു. ഉണർവ് എന്താ? എന്തു വേണമെങ്കിലും നിനക്ക് ദൈവം ഇവിടെ തരും. അതാണ് ഉണർവ്. അവിടെ ജീവിതത്തിന് യാതൊരു രീതിയിലും ഇവിടെ വിശുദ്ധ ജീവിതം, തേജസ്സിനെ കുറിച്ചുള്ള ദർശനത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം തന്നെ വിശുദ്ധമായിരിക്കും. അങ്ങനെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, കർത്താവിൻ്റെ വരവ്, അവിടെ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുവാൻ പോകുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവ്, അന്ന് നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതിനുവേണ്ടിയുള്ള ഒരുക്കം ഉണ്ടാകുന്നുവെങ്കിൽ ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. എന്നറിയാമോ? നമ്മൾ ഈ മണ്ണിൽ നിന്ന് എടുത്തവരായതുകൊണ്ട് ഈ മണ്ണിനോടുള്ള ഒരു അഭിനിവേശം ശരിയായിട്ട് പറഞ്ഞാൽ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ തേജസ്സിന് വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടതെന്നുള്ള ബോധ്യം ഉണ്ടാകാത്തിടത്തോളം കാലം ഈ ഭൂമിയിലുള്ള അവയവങ്ങൾ സജീവമായിരിക്കും. എന്നാൽ പൗലോസ് പറയാണ്, ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അതിനെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവ കോപം അനുസരണം കെട്ടപ്പെട്ട മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അങ്ങനെ ധരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എപ്പോഴും എനിക്കുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയും, ഞാൻ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുവാനുള്ളവനാണ്. തേജസ്സായിരിക്കും എൻ്റെ മനസ്സിൽ മുഴുവൻ. തേജസ്സിൽ വെളിപ്പെടുവാനുള്ളവരാണ് നാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം, ഉണർവിൻ്റെ അനന്തരഫലം വിശുദ്ധ ജീവിതമാണ്. നമ്മുടെ സഭകളിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള പഠനം അത്യാവശ്യമാണ്, പഠിപ്പിക്കലുകൾ അത്യാവശ്യമാണ്. അല്ലാതെ വലിയ ഉണർവ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ജീവിത വിശുദ്ധി വേണം, ജീവിത വിശുദ്ധി. ഞാൻ മൊസാംബിക്കിൽ ഒരു ചർച്ചിൽ, അവിടെ എല്ലാം ഈ ഡാൻസാണ്, പാട്ടും ഡാൻസും ഭയങ്കര. നിങ്ങൾക്കറിയാമല്ലോ, ആഫ്രിക്കക്കാർ, അവർക്ക് ഡാൻസ് ഇല്ലാതെ ഒരു പരിപാടിയില്ല, പാട്ടും ഡാൻസും. ഞാനവിടെ ചെന്ന് അവിടെ ഒരു ബിഷപ്പിൻ്റെ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കണം, എന്നെ പ്രസംഗിക്കാൻ വിളിച്ചതാണ്. അതിനു മുമ്പ് അവിടെ ഈ ചർച്ച് കൊയർ വന്നിട്ട് ഇവരെല്ലാവരെ കൊണ്ടും അങ്ങ് ഡാൻസ് ചെയ്യിക്കും.
അവർ നിന്ന് ഡാൻസ് ചെയ്യും. അത് ലീഡ് ചെയ്ത ഒരു പെങ്കൊച്ച, വലിയൊരു ഹൈ ഹീൽഡ് ഷൂസും ഒക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്ന ഞാൻ തന്നെ വരണ്ടു പോയി, ഇവളെങ്ങനെ താഴെ വീഴാതെ ഈ ഷൂ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഭയങ്കര ഡാൻസും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാട്ടങ്ങോട്ട് വളർന്നു വലുതായി അല്ലെങ്കിൽ മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇവള് കരയാൻ തുടങ്ങി. ഇത് മുട്ടുകുത്തി കരഞ്ഞു, നിലത്തങ്ങ് വീണ് കരഞ്ഞു. എല്ലാവരും കരഞ്ഞു കേട്ടോ. ഞാനിത് നോക്കിയിരിക്കുക. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ യോഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, മിഷണറി പ്ലീസ് പ്രേ ഫോർ മീ. മിഷണറി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു ഫോർ വാട്ട്, എന്തോ കാര്യത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രേ ദാറ്റ് ഐ മേ ഗെറ്റ് എ ഹസ്ബൻഡ്, എനിക്കൊരു ഭർത്താവിനെ കിട്ടാൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു ആർ യു നോട്ട് മാരീഡ്, നീ കല്യാണം കഴിച്ചതല്ലേ? കല്യാണം കഴിച്ചതാ, പക്ഷേ എനിക്ക് അവനെ ഇഷ്ടമില്ല, അതുകൊണ്ട് വേറൊരു ഭർത്താവിനെ കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന്. വലിയ ആരാധനയാ, ഉണർവാ, ഭയങ്കര ഉണർവാ. അതല്ല ഉണർവ് വിശുദ്ധിയാണ്. അല്ലാതെ കുറെ ആ പാട്ട് പാടുന്നതിനൊന്നും ഞാൻ എതിരൊന്നുമല്ല. പാട്ട് പാടുന്നത് നല്ല കാര്യമാണ്, ഐ ലവ് ഇറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, വിശുദ്ധ ജീവിതം ഇല്ലാതെ പാട്ട് പാടിയാൽ ആ പാട്ടുകൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ജീവിതമില്ലാതെ നിങ്ങൾ എത്ര ആരാധിച്ചാലും ആ ആരാധന ദൈവം കണക്കാക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹു കോൾ മീ ലോർഡ് ലോർഡ് ദാറ്റ് എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓർ ഹെവൻ. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരാധന ലോർഡ് ലോർഡ് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനൊന്നും അല്ല സ്വർഗത്തിൽ പോകുന്നത്. കർത്താവ് പറഞ്ഞു. ആരാണ് പോകുന്നത്? ദോസ് ഹു ആർ ഡൂയിങ് ദ വിൽ ഓഫ് മൈ ഹെവൻലി ഫാദർ. എൻ്റെ പിതാവിൻ്റെ, സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉണർവ് നടക്കുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ്, വിശുദ്ധ ജീവിതം ജീവിക്കുമ്പോഴാണ്. അല്ലാതെ പാട്ട് പാടുമ്പോഴോ, പാട്ട് പാടുന്നതിനൊക്കെ നല്ല കാര്യമാണ്. ഇനി ഒരു കാര്യം പറഞ്ഞാൽ, പ്രസംഗിച്ചത് കൊണ്ടും സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. അത് ഞാൻ അറിയണം. അതറിയുന്നത് എങ്ങനെയാണ്? അത് തിരുവചനത്തിൽ നിന്നാണ് ഞാനത് അറിയുന്നത്. അതുകൊണ്ടാണ് ഈ തിരുവചനത്തിൻ്റെ പ്രാധാന്യം നമ്മളെപ്പോഴും പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. ദ ബൈബിൾ സെയ്സ് വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗാഡ് ആൻഡ് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഹെൽപ്പ് us to live that holy life. What is the will of God? It is holy life. വിശുദ്ധ ജീവിതമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ജീവിതമാണ് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളത് നിങ്ങൾ അതിനെ മരിപ്പിപ്പീൻ. നിങ്ങൾ തേജസ്സിന് വേണ്ടിയുള്ളവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തേജസ്സിന് വേണ്ടിയുള്ളവരാണ്. തേജസ്സിന് വേണ്ടി, അല്ലെങ്കിൽ ആ തേജസ്സിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൗമികമായ കാര്യങ്ങൾ മാത്രം പ്രസംഗിക്കുന്ന പല ഭാഗങ്ങളും വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പ്രസംഗിക്കുന്നത് കോണ്ടെക്സ്റ്റ് കളഞ്ഞേച്ചാ അവർക്ക് തോന്നുന്നത് പോലെ, നമുക്കങ്ങ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊക്കെ തോന്നുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിലൊരു വാക്യം ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എല്ലാം പ്രസംഗിക്കുന്ന ഞാനും കേട്ടിട്ടുണ്ട്. അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ, സ്വന്തം പുത്രനെ ആദരിയാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ അവനോടുകൂടെ സകലവും നൽകാതിരിക്കും. ഒരുത്തൻ ടി വി പ്രസംഗിക്കുന്നത് സകലതും, നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തി നോക്കിക്കേ, സകലവും. നിങ്ങൾ എന്താ കാണുന്നത്? കാറ് കാണുന്നോ? കാറ്. വീട് കാണുന്നോ? വീട്. പണം കാണുന്നോ? പണം. സകലവും. ഇത് കേട്ട് നമ്മളും അങ്ങ് ആവേശം പോലും.
പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, എന്ത് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മളെ എന്തിനാ ദൈവം മുൻ നിയമിച്ചിരിക്കുന്നത്? നിങ്ങളെ സമ്പന്നനാക്കുവാൻ. ബാംഗ്ലൂർ ഉണർവുകാരൻ പറഞ്ഞതാണ്, പറഞ്ഞ് സമ്പന്നനാക്കാൻ. എല്ലാവരും പറഞ്ഞ് എന്തിനാ ദൈവം വിളിച്ചത്? സമ്പന്നനാക്കുവാൻ. സമ്പന്നൻ, എല്ലാവരും പറ, സമ്പന്നനാക്കുവാൻ. സമ്പന്നനാക്കാനല്ല വിളിച്ചിരിക്കുന്നത്. എന്തിനാണ്? അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് വിളിച്ചിരിക്കുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? യേശുവിനെ പോലെ ആകാനാ, യേശുവിനെ പോലെ ജീവിക്കാൻ, യേശുവിനെ പോലെ സ്നേഹിക്കാൻ, യേശുവിനെ പോലെ ക്ഷമിക്കാൻ, യേശുവിനെ അനുകരിക്കുവാൻ, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ ആ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ സമ്പന്നനാകാനൊന്നുമല്ല. അത് വേദപുസ്തകത്തിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ വാക്യം, അവൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. തേജസ്സിലേക്കുള്ള, അതായത് കർത്താവ് നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, മുൻ നിയമിച്ചു, മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു, നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്സിലേക്ക് നടത്തുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, അതുകൊണ്ട് നമുക്കിപ്പോൾ ദൈവവുമായിട്ട് സമാധാനമുണ്ട്. പക്ഷേ നീതീകരണം 1 മിനിറ്റ് കൊണ്ട് നടക്കുന്നതാണ്. പിന്നെ നമ്മളുടെ അടുത്ത പടി വിശുദ്ധീകരണമാണ്. കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം എത്രയധികമായി അവൻ്റെ കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു. 1 മിനിറ്റ് കൊണ്ട് നടക്കുന്നതാണ്. അവൻ്റെ രക്തത്തിൽ മുങ്ങി എഴുന്നേറ്റ് വരുന്ന എല്ലാവരും നീതീകരിക്കപ്പെട്ടു. വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ബ്ലഡ്. എന്നാൽ നീതീകരിക്കപ്പെട്ടവൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത്, പടി എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്, സാങ്ക്ടിഫിക്കേഷൻ. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല, അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് വിശുദ്ധീകരണം. അതാ ഉണർവ്. ഉണർവിൻ്റെ ലക്ഷണം വിശുദ്ധീകരണമാണ്. ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉണർവില്ലാത്തവനാണ്. അവൻ്റെ വരവിന് വേണ്ടി എന്തിനാണ് അവസാനം നീതി? അവൻ വിശ്വസിച്ചവരെ, അല്ലെങ്കിൽ അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. തേജസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ തേജസ്സിലേക്ക്, ആ തേജസ്സിൻ്റെ പാതയിലാണ് നമ്മൾ. നീതീകരണം ഒറ്റ നിമിഷം കൊണ്ട് നടക്കുന്നതാണ്. ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഇപ്പം ഇത്രയും വിശാലമായ ഒരു നീളമുള്ള വലിയൊരു മുറിയാണെന്ന് വെക്കുക. ഈ മുറിയുടെ പുറത്ത് എന്നെ ഒരു കടുവ കൊല്ലാനായിട്ട് ഓടിച്ചു കഴിഞ്ഞ് എന്നെ ഒരാൾ പെട്ടെന്ന് കതക് തുറന്ന് എന്നെ അകത്ത് കയറ്റി കടുവ പുറത്ത് നിൽക്കുക. ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു. ഞാൻ അകത്ത് വന്നാൽ എനിക്ക് ഐ ആം സേവ്ഡ്, സാൽവേഷനുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ എൻ്റെ കർത്താവ് ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള ഒരു പാതയുണ്ട്. അത് തേജസ്സിൻ്റെ പാതയാണ്. ആ തേജസ്സിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ നടന്ന് ഞാൻ അവിടുത്തെ സന്നിധിയിൽ തേജസ്സിൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്ന ഒരവസരമുണ്ട്. നീതീകരിക്കപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഞാൻ തേജസ്കരിക്കപ്പെടും. വി ആർ സേവ്ഡ് ബൈ ഫെയ്ത്ത്. നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെടും. പക്ഷെ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നീതീകരിക്കപ്പെട്ടു. നമ്മൾ അകത്താണ്, നമ്മൾ പുറത്തല്ല. എന്നാൽ ഒരു വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്കാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഈ പാതയിൽ, വിശുദ്ധിയിൽ മുന്നോട്ട് പോയി ഏറ്റവും ഒടുവിൽ ഞാൻ ആ തേജസ്സിൽ എത്തിപ്പെടുന്നത്. അതിനാ ഉണർവ്. ഈ വിശുദ്ധീകരണത്തിൻ്റെ പാതയാണ് ഉണർവെന്ന് പറയുന്നത്.
ആ വിശുദ്ധീകരണത്തിൽ അവൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇതു സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അതായത് ഒരിക്കൽ അവൻ നീതീകരിച്ചു എങ്കിൽ തേജസ്കരണം വരെ നമ്മളെ കൊണ്ടുപോകാതിരിക്കുമോ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊണ്ട് ആരെയും നിർത്തത്തില്ല. ഇതാണ് പൗലോസ് പറയുന്നത്. ഞാൻ നീതീകരിക്കപ്പെട്ടു, അവൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ. പുത്രനെ തന്ന് നമ്മളെ അവൻ നീതീകരിച്ചെങ്കിൽ തേജസ് വരെ നമ്മളെ കൊണ്ടുപോകാതിരിക്കുമോ എന്നാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്നത്. അതാണ് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അല്ലാതെ നിന്റെ കണ്ണ് കാണുന്നതൊക്കെ നിനക്ക് തരുമെന്നല്ല. ഈ റോമാലേഖനം 8-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്ക് പ്രിയമുള്ളവരെ. അവിടെ ഒരിടത്ത് പോലും ഒരു ഭൗമിക കാര്യം പറയുന്നില്ല. അവിടെ പറയുന്നത് മുഴുവൻ തേജസ്സിനെ കുറിച്ചാണ്. താഴെ പറയുന്നു, ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് ആര്? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതൊന്നും ഭൗമിക കാര്യങ്ങളെ കുറിച്ചല്ല. അതുകൊണ്ട് ഇതൊക്കെയും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ ബാക്ക്ഗ്രൗണ്ട് വെച്ച് വേണം നമ്മൾ കാര്യങ്ങൾ പറയാനായിട്ട്. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയാതിരുന്നാൽ അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രയോജനം ഉണ്ടാകത്തില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, അത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തേജസ്സിലേക്ക് പോകാൻ വേണ്ടിയാണ്. പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യം പറയുമ്പോഴും ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല. ചിലപ്പോൾ ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, പഴയ നിയമത്തിൽ എല്ലാം ഭൗമികമായ കാര്യങ്ങളാണ്, പുതിയ നിയമത്തിൽ വന്നപ്പോഴാ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടായെന്നല്ല. പഴയ നിയമത്തിലും ഇതേപോലെ നിത്യതയുടെ ദർശനത്തിൽ, ഉണർവെന്ന് പറഞ്ഞാൽ നിത്യതയാണ്. ശരിയായ രീതിയിൽ ഉണർത്തപ്പെടുന്നവൻ നിത്യതയുടെ ദർശനത്തിൽ തന്നെ ജീവിക്കും. നമുക്ക് ഉണർവുണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഭൗമിക മോഹങ്ങൾ മാറിയേ പറ്റൂ. പഴയ നിയമത്തിലെ ആൾക്കാരുടെ കാര്യമൊന്നും, അബ്രഹാമിൻ്റെ കാര്യം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കാര്യം തന്നെ വായിക്കുന്നത് നമ്മൾ അവിടെ എന്താണ് കാണുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ട ആളെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എന്താ, നീ ഹാരാനിൽ നിന്ന് പോവുക. എങ്ങോട്ടാണ് പോകേണ്ടത്? എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെന്നാണ് പറഞ്ഞത്. കനാൻ നാട്ടിലേക്കാ പോകുന്നതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, എടാ കനാൻ കാണിച്ചു കൊടുത്താൽ ഹാരാൻ വിടാൻ എന്നാ ഇത്ര വലിയ പ്രയാസമെന്ന്. പ്രിയമുള്ളവരെ, കനാൻ കാണിച്ചു കൊടുത്തു പോലും ഇല്ല എന്ന് തന്നെയല്ല, അന്ന് കനാനേക്കാൾ ബെറ്ററായിട്ടുള്ള സ്ഥലമായിരുന്നു ഹാരാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡി നടത്തിയപ്പോൾ അന്ന് ഹാരാനിൽ ഇഷ്ടിക വീടുകൾ പോലും, അന്നത്തെ ഏറ്റവും ടെക്നിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ഹാരാൻ. ഇഷ്ടിക വീടുകൾ പോലും ഉണ്ടായിരുന്ന ധനികനായ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ ഇന്ന് അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഒരു പാവം പിടിച്ചവൻ, ഒന്നുമില്ലാത്ത ഒരുത്തനെ ദൈവം വിളിച്ച് കനാൻ നാട് കൊടുത്തെന്നൊക്കെയാണ് മനസ്സിലെ ചിന്ത. പ്രിയമുള്ളവരെ, അബ്രഹാം ഒന്നും ഇല്ലാത്തവനൊന്നും അല്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. അവിടെ നമ്മൾ കാണുന്നത് അവന് ഈ ഹാരാനിൽ ഒന്നാമത്തെ കാര്യം, അബ്രഹാം ഒരു പാവപ്പെട്ട വീട്ടിലെ ഒന്നും ഇല്ലാതിരുന്ന ഒരാളായിരുന്നില്ല. അങ്ങനെയാ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ഒക്കെ പറയുന്നത്.
ലോത്തിനെ പിടിച്ചോണ്ട് പോയപ്പം, നിങ്ങൾക്കറിയാമല്ലോ, ലോത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുവാൻ അബ്രഹാം പോയപ്പം അവൻ്റെ കൂടെ അവൻ്റെ ഭവനത്തിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികൾ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. 318 അഭ്യാസികൾ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന അഭ്യാസികൾ ഇവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവനൊരു രാജാവായിരുന്നു, ഒരു നാട്ടുരാജാവ്. ഹാരാനിലെ ഒരു നാട്ടുരാജാവായിരുന്നു അബ്രഹാം. ഒന്നും ഇല്ലാഞ്ഞവനൊന്നും അല്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ ജനിച്ചു വളർന്ന, തൻ്റെ ഭവനത്തിൽ ജനിച്ച 318 അഭ്യാസികളെയും കൊണ്ടാണ് ലോത്തിനെ രക്ഷപ്പെടുത്താൻ പോകുന്നത്. അത്രയ്ക്കും ധനികനായ അബ്രഹാം എന്ന് തന്നെയല്ല, ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായം നമ്മൾ വായിക്കുന്ന അവൻ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും സമ്പത്തും. അപ്പോൾ ഹാരാനിൽ അവന് ഭയങ്കരമായിട്ടുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഹി വാസ് എ ട്രൈബൽ കിങ്. ആ കാലയളവിൽ ഒരു രാജാവായിരുന്നവൻ. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, വാടാ ഇറങ്ങി. ദൈവം വിളിച്ചു. ദൈവം വിളിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത് അറിയത്തില്ല, കർത്താവൊട്ട് പറഞ്ഞുമില്ല. എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടെന്നാ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. ഒന്ന് ദേശം കണ്ടിട്ട് പോയതല്ല, അവൻ ദൈവത്തെ കണ്ടിട്ടാണ് പോയത്. ഇപ്പം ഞാനിപ്പം, അല്ലെങ്കിൽ ഇപ്പം അച്ഛനിപ്പം എന്നോട് പറയുകയാണെന്ന് വെച്ചോ, സാജു എൻ്റെ പുറകെ വാ, ഞാനൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലം കണ്ടില്ല, അച്ഛനെ കണ്ടങ്ങ് പുറകെ പോവുക എന്ന് പറഞ്ഞതുപോലെ ദൈവം സ്ഥലമൊന്നും കാണിച്ചില്ല, ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോയി. അവൻ കണ്ടത് ദൈവത്തെ മാത്രമാണ്. ഡിട്രീച്ച് ബോണോഫർ പറഞ്ഞത്, when somebody is calling, when you are called by God, Jesus is coming in between you and your normal life. നിനക്കും നിൻ്റെ സ്വാഭാവിക ജീവിതത്തിനും ഇടയ്ക്ക് യേശു, അല്ലെങ്കിൽ യേശു കയറി വഴിമുടക്കി നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനും നിനക്കും ഇടയ്ക്ക് ആരുമില്ല. അബ്രഹാമിനും ദൈവത്തിനും ഇടയ്ക്ക് ആരുമില്ലായിരുന്നു. ഇടയ്ക്ക് ആരുമില്ലായിരുന്നു. അവനൊന്നും കണ്ടില്ല, എങ്ങോട്ട് പോകുന്നെന്ന് അറിഞ്ഞില്ല. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അബ്രഹാം ഞാൻ പോവുക എന്ന് പറഞ്ഞ് പോകുമ്പം കൂട്ടുകാരൊക്കെ ചോദിച്ചു കാണും, നീ എങ്ങോട്ടാണ് പോകുന്നത്? അറിയത്തില്ല. അല്ല, ഇവിടുന്ന് ഇറങ്ങിയിട്ട് നീ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകുന്നത്? അറിയത്തില്ല. നേരെ പോയി ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ എങ്ങോട്ടാണ്, മുന്നോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ പോകുന്നത്? അറിയത്തില്ല. പിന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവത്തെ കണ്ടങ്ങ് പോകുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഏത് നാട്ടിലോട്ടാണ് പോകുന്നത്? ഏത് രാജ്യത്തിലേക്കാണ് പോകുന്നത്? അറിയത്തില്ല. ചിലപ്പോൾ കൂട്ടുകാർ ചോദിച്ചു കാണും, എടാ നീ തന്നെയാണോ പോകുന്നത്? അല്ല, സാറാ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പം ആൾക്കാർ കൂട്ടുകാർ പറഞ്ഞു കാണും, എടാ നീയോ നിനക്കോ ഭ്രാന്ത് പിടിച്ചു പോയി, ആ പെണ്ണിനെ കൂടെ വലയ്ക്കാതെ എന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും. പക്ഷേ അബ്രഹാമിനൊരു ബോധ്യമുണ്ടായിരുന്നു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ ദൈവത്തെ കണ്ടിറങ്ങിയവനാ. ഇതാണ് ക്രിസ്തീയ ജീവിതം. യേശുവിനെ കണ്ടിറങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതം. എനിക്കും യേശുവിനും മധ്യത്തിൽ വേറൊരാൾക്കും കയറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ പോയ അബ്രഹാം അവന് ഒന്നും കണ്ടിട്ടല്ല പോയത്, എന്നാൽ ചെന്നിട്ട് കനാൻ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ദൈവം പറഞ്ഞു, ഈ ദേശം ഞാൻ നിനക്കും നിൻ്റെ മക്കൾക്കും അവകാശമായിട്ട് തരും. പ്രത്യേകത എന്നാണെന്നറിയാമോ? എന്നിട്ടും അബ്രഹാം ആ ദേശം പോലും വേണമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട്, കർത്താവേ നീ എനിക്ക് വാഗ്ദത്തം ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ വന്നല്ലോ, നീ എനിക്ക് ഈ നാട് തരണം എന്നൊന്നും അബ്രഹാം പറഞ്ഞില്ല. കാര്യം അവൻ്റെ മനസ്സിൽ ദൈവമേ ഉള്ളായിരുന്നു, കനാൻ നാട് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കനാൻ നാട്ടിൽ ചെന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അതായത് അവൻ പോയത് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, കനാൻ നാട് അവന് വാഗ്ദത്തം കിട്ടിയതാണ്, വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്.
ഇഷ്ടിക വീടുകൾ, അനേക വലിയ വീടുകളൊക്കെ ഉണ്ടായിരുന്നവൻ അത് കളഞ്ഞേച്ചിപ്പോൾ താമസിക്കുന്നത് കൂടാരത്തിലാണ്. അവൻ ഒരിക്കലും പരാതി പറഞ്ഞില്ല, എനിക്ക് കൂടാരമേ ഉള്ളോ ദൈവമേ, എന്നെ നീ സമ്പന്നനാക്കണമേ എന്നൊന്നും അവൻ പ്രാർത്ഥിച്ചില്ല. അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ സമ്പന്നനാക്കണേ സമ്പന്നനാക്കണേ എന്നാ. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, ആരോട്? ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇസഹാക്കിനെയും കൊച്ചു കുഞ്ഞ് യാക്കോബിനെയും ഒക്കെ വിളിച്ചിട്ട് ഇരുത്തി പറഞ്ഞു, അബ്രഹാം പറഞ്ഞു, മോനെ, ദൈവം എന്നോട് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെടാനായിട്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ വന്നതാ. അങ്ങനെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഈ നാട് തരാമെന്ന്. പറഞ്ഞതാ ദൈവം. പക്ഷേ അങ്ങനെ ഇരിക്കെ ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചു. എന്താ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണത്തെ എന്നെ കാണിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ പൊന്നു മക്കളെ, ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കനാൻ നാടും വേണ്ട, ഇവിടെ ഒരു കുന്തവും വേണ്ട, ഞാൻ ഈ കൂടാരത്തിൽ എവിടെയെങ്കിലും താമസിച്ചോളാം. പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണമാണ്. അത് കണ്ടപ്പോൾ ഇവിടുത്തെ ഒന്നും വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഞാൻ കൂടാരത്തിൽ താമസിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇസഹാക്കിനോടും യാക്കോബിനോടും പറയാ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മനസ്സിൽ ഈ കനാൻ നാട് കടക്കല്ല് കേട്ടോ. എപ്പോഴും എന്തോ നോക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെ നോക്കിക്കൊണ്ട് അതേ മനസ്സിൽ കടക്കാവൂ കേട്ടോ. ഇവിടെ ഞാൻ വേറൊരു കാര്യം, ഇപ്പം അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം എന്നൊക്കെ പറയുമ്പോൾ, അല്ല, ഈ കനാൻ നാട്ടിൽ വന്നിട്ട് അബ്രഹാമിൻ്റെ ജീവിതകാലത്ത് കനാൻ നാട്ടിൽ എന്തെങ്കിലും അവന് കിട്ടിയോ? അവിടെ 1 ഇഞ്ച് ഭൂമി പോലും കിട്ടിയില്ല. സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ അടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഒരുത്തനോട് മക്പേല ഗുഹ വിലയ്ക്ക് വാങ്ങിച്ച അതാ അബ്രഹാമിന് കനാൻ നാട്ടിൽ കിട്ടിയ ഏക കാര്യം. അല്ലാതെ അവൻ വസ്തു വാങ്ങിച്ചു കൂട്ടാനോ വലിയ കെട്ടിടം പണിയാനോ ഒന്നും അവൻ പരിശ്രമിച്ചില്ല. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. എന്നാൽ ദൈവിക ദർശനം ശരിയായിട്ടില്ലാതിരുന്ന ലോത്ത് താമസിച്ചത് വീട്ടിലാണ്. സോദോമിൽ ചെന്ന്, അതും കൊച്ചു വീടൊന്നുമല്ല, നാട്ടുകാരെല്ലാം കൂടെ അത് പൊളിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ ദൈവദർശനം ഇല്ലാത്തവൻ ഭൗമിക നന്മകൾക്ക് വേണ്ടി വലിയ ആഗ്രഹവും മോഹവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള പട്ടണവും കണ്ടിട്ടുള്ളവന്, അതിനെക്കുറിച്ചുള്ള ദർശനമുള്ളവന് ഈ ഭൂമിയിലെ സമ്പത്ത് ഒരു കാര്യമായിരിക്കത്തില്ല. യഥാർത്ഥ ഉണർവെന്ന് പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള പട്ടണത്തിനുമായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ 13-ാമത്തെ വാക്യത്തിൽ ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ, നോക്ക്, കനാൻ നാട് കൊടുക്കാമെന്ന് പറഞ്ഞതാ. പക്ഷേ കനാൻ നാട് അബ്രഹാമിൻ്റെ ജീവിതകാലത്തും കിട്ടിയില്ല, ഇസഹാക്കിൻ്റെ ജീവിതകാലത്തും കിട്ടിയില്ല, യാക്കോബിൻ്റെ ജീവിതകാലത്തും കിട്ടിയില്ല. പക്ഷെ അവർ ആത്മീയരായിരുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്? അവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ട് അത് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവിശ്വാസത്തിലല്ല മരിച്ചത്, വിശ്വാസത്തിൽ മരിച്ചു. കാര്യം അവർ ഉണർവുള്ളവരായിരുന്നു, അവർ സ്വർഗീയ ദർശനമുള്ളവരായിരുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോവാൻ ഇടയാകുമായിരുന്നുവല്ലോ. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവർ ഈ ഭൂമി ജീവിച്ചപ്പോഴും അവരുടെ കണ്ണു മുഴുവൻ മോളിലായിരുന്നു. അവർ സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗീയ ദർശനത്തിൽ ജീവിക്കുന്നവനെ കുറിച്ച് ദൈവം പറയും, എൻ്റെ മോനാ, എൻ്റെ സാജുവാ, എൻ്റെ രാജുവാ,
എൻ്റെ സൂസിയ എന്നൊക്കെ അഭിമാനത്തോടെ പറയണമെങ്കിൽ ഭൂമിയിലുള്ളതിൽ നിന്ന് കണ്ണ് പറിച്ച് സ്വർഗത്തിൽ നടണം. ഇവിടെ ഭൂമിയിൽ ഇവിടെ കിട്ടും, കൂടുതൽ ലഭിക്കും, നിനക്ക് എന്നെ സമ്പന്നനാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവനെ അവന് എൻ്റെ പുറകെ വന്നവന് പക്ഷെ ഒരു അഭിമാനം ദൈവത്തിന് കാണത്തില്ല. പക്ഷെ സ്വർഗീയമായതിനെ, അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ദൈവത്തിനൊരു അഭിമാനം കാണും. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു അഭിമാനമുണ്ടാകുന്നുണ്ടോ? ഉണ്ടാകണമെങ്കിൽ ഉയരത്തിലുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവനായിരിക്കണം. അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിക്കുന്ന അവസ്ഥ. നമ്മുടെ കർത്താവ് വരുന്നു. അവൻ വരുന്നത് എന്തിനാണ്? നമ്മളെ തേജസ്സിലേക്ക് എടുത്തുകൊള്ളുവാൻ. അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാകണം നമ്മൾ. ഈ ലോകക്കാരുടെ ചിന്തകളിൽ നിന്ന് നമ്മളൊരു വലിയ വേർപാട് അത്യാവശ്യമാണ്. ലോകത്തിൻ്റെ ചിന്താഗതിയിൽ നിന്ന് ഒരു വലിയ വേർപാട് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നുവെന്ന് അറിവിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നമ്മൾ ലോകക്കാരല്ല, ലോകക്കാരാകരുത്. ലോകത്തിൻ്റെ സൗഹൃദം നമുക്ക് ആവശ്യമില്ല. എല്ലാവരെയും സ്നേഹിക്കണം, അത് വേറെ കാര്യം. പക്ഷേ ലൗകികരാകരുത്. നമ്മൾ ലോകത്തിൽ നിന്ന്, ഞാൻ ഒരിക്കൽ നമ്മുടെ ഇവാഞ്ചലിക്കൽ കൺവെൻഷൻ തന്നെ നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളതാണ്, നമ്മൾ ലോകത്തിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ലോകക്കാരാകരുത്. വി ആർ ഇൻ ദ വേൾഡ് ബട്ട് വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ നമ്മൾ ലോകക്കാരല്ല. നമ്മുടെ കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് നിത്യതയായിരിക്കണം. നിത്യതയെക്കുറിച്ചുള്ള വലിയ ദർശനം നമുക്ക് അനിവാര്യമാണ്. ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്: നമ്മുടെ കർത്താവ് വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച വേദഭാഗമാണല്ലോ. അതിൻ്റെ 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചതാണ്. അതിൻ്റെ 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. മനുഷ്യപുത്രൻ വരുന്നു. കർത്താവിൻ്റെ വരവ് അത് എവിടുന്നാണ് വരുന്നത്? ഭൂമിയിൽ നിന്നല്ല, ഭൂമിയിൽ എന്തെങ്കിലും തരാനല്ല, ഭൂമിയിൽ നിങ്ങളെ ഉന്നതരാക്കുവാനല്ല. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വരുന്ന കർത്താവിനെ കാത്തിരിക്കുന്നവർ പിതാവിൻ്റെ ഭവനം കണ്ടുകൊണ്ട് വേണം ഇവിടെ ജീവിക്കാൻ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. ഇന്ന് രാത്രിയിൽ ആ സ്വർഗീയ ഭവനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് നമുക്കുണ്ടോ? അതാണ് നമ്മുടെ ഉണർവിൻ്റെ അടിസ്ഥാനം. അതാണ് നമ്മുടെ ഉണർവിൻ്റെ അടിസ്ഥാനം. ആകയാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഇനി നമ്മൾ നാളെ പകലിൽ ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ഇന്ന് സമയം കുറച്ച് ദീർഘമായി പോയല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരുക്കം ഏതൊക്കെ തലങ്ങളിൽ വേണം? കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം ഏതൊക്കെ തലങ്ങളിൽ വേണം? ഒന്ന്, വ്യക്തി ജീവിതത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അതാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കണം. നമ്മുടെ പാട്ടൊക്കെ എത്ര മനോഹരമായ പാട്ടുകൾ ഒത്തിരിയുണ്ട് നമുക്ക്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുകയാണ്. വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഒരുങ്ങണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടെ നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കണം. വ്യക്തി ജീവിതത്തിൽ അതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഒരുങ്ങുന്നത് പോലെ നമ്മുടെ കുടുംബത്തെ ഒരുക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മളൊന്ന് സംസാരിക്കണം. നമ്മുടെ കുടുംബത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം.
വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയിൽ നമ്മൾ ഒരുങ്ങണം. നമ്മുടെ കുടുംബത്തെ അതിനുവേണ്ടി നമ്മൾ ഒരുക്കണം. അത് മാത്രം പോരാ, സഭ, ദ ഹോൾ ചർച്ച്, സഭ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. സഭാ നേതാക്കന്മാർ മാത്രം നിശ്ചയിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത്. സഭയൊന്നാകെ. എന്തിനാണ് സഭ? കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തി സഭയുടെ കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് നാളെ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറയാം. സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. 3, കർത്താവ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ വരവിങ്കൽ നമ്മൾ ഇത്രയും പേര് പോയാൽ പോരാ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് തന്നെ ചിലർ ചിന്തിക്കും പോലെ കർത്താവ് തൻ്റെ വരവിന് താമസിക്കുന്നില്ല. താമസിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം പറയുന്നത് ചിലരും കൂടെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്, ചിലരും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ വേണ്ടിയാണ്. രക്ഷിക്കപ്പെടാത്തവരെ ഓർത്താ കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നതെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം അതുകൊണ്ട് സഭ ഒരുങ്ങണം. സഭ ആന്തരികമായി സഭ ഒരുങ്ങണം. അതുപോലെ സുവിശേഷീകരണത്തിൽ കൂടുതൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ നമ്മൾ സഭ ഒരുങ്ങണം. സുവിശേഷീകരണത്തിൽ ഒരുങ്ങണം, വ്യക്തി ജീവിതത്തിൽ ഒരുങ്ങണം, കുടുംബ ജീവിതത്തിൽ ഒരുങ്ങണം, സഭ ഒരുങ്ങണം, സുവിശേഷീകരണത്തിൽ ഒരുക്കം വേണം. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി വ്യക്തിപരമായി ഒരുങ്ങുക, അത് വിശുദ്ധിയിലാണ്. വിശുദ്ധിയിൽ ഒരുങ്ങുക. അവൻ്റെ വരവ് എൻ്റെ മനസ്സിൽ, നിത്യതയുടെ ദർശനത്തിൽ. ശരിയായ ഉണർവുണ്ടായാൽ പിന്നെ എൻ്റെ കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് നിത്യതയായിരിക്കും. ഈ ഭൂമിയിലെ ഭൗമിക നേട്ടങ്ങളായിരിക്കയില്ല. ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ കർത്താവ് തരും. എൻ്റെ പിള്ളേർ പഠിക്കണം, അതിനുള്ള ഫീസൊക്കെ കർത്താവ് തരും. അതൊന്നുമല്ല. പക്ഷേ ഇവിടെ ഈ ഭൂമി എൻ്റെ തലയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുക്കമില്ലാത്തവനാണ്, ഞാൻ ഉണർവില്ലാത്തവനാണ്. ഉണർവ് തന്നെ ഭൗമിക മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണെങ്കിൽ എത്ര കഷ്ടമാണ് നമ്മുടെ ജീവിതമെന്ന് ആലോചിക്കുക. പ്രിയമുള്ളവരെ, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. നമ്മളോട് തന്നെ ചോദിച്ചേ, എന്നെക്കുറിച്ച് കർത്താവ് എന്നാ പറയും? എൻ്റെ കുഞ്ഞ, എൻ്റെ മോന എന്ന അഭിമാനത്തോടെ പറയണമെങ്കിൽ നമ്മൾ നിത്യതയുടെ ദർശനമുള്ളവരായിരിക്കണം. ഭൗമിക മോഹങ്ങളിൽപ്പെട്ട് കിടക്കുന്നവനെ കുറിച്ച് ദൈവം പറയും, പണ്ട് രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അവനും കൈ പൊക്കിയായിരുന്നു, പിന്നെ എന്നാ അവൻ്റെ കണ്ണ് മുഴുവൻ ഈ ഭൂമിയിലാണ് എന്ന് പറഞ്ഞ് നമ്മളെക്കുറിച്ച് കർത്താവ് ലജ്ജിക്കരുത്. നമ്മളെക്കുറിച്ച് കർത്താവ് അഭിമാനിക്കണമെങ്കിൽ അതുകൊണ്ട് അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. നമ്മളെക്കുറിച്ച് ദൈവം ലജ്ജിക്കുന്നുവോ അതോ അഭിമാനിക്കുന്നുവോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ. അഭിമാനിക്കണമെങ്കിൽ നിത്യതയുടെ ദർശനത്തിൽ ഞാൻ ജീവിക്കണം. അതാണ് ഉണർവ്. ഉണർവുണ്ടായാൽ നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.